പുതിയ ക്ലാസ്സും പുതിയ പഠന രീതിയും എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുരക്ഷിതരാണോ? വീട്ടില് സന്തോഷമല്ലേ എല്ലാവർക്കും? എല്ലാവരും വീട്ടില് സുരക്ഷിതരായിട്ടും സന്തോഷമുള്ളവരായിട്ടും ഇരിക്കണം. ഓക്കെ. 4ാം ക്ലാസ്സിലായിട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ പഠിച്ചത്? മലയാളം പഠിച്ചു, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം, പല വിഷയങ്ങൾ പഠിച്ചു അല്ലേ? ഏത് വിഷയം പഠിക്കാനാണ് ഏറ്റവും ഇഷ്ടം? അവിടെ മലയാളം, കഥയും കവിതയൊക്കെ കുറച്ച് കേൾക്കാം അല്ലേ? പരിസര പഠനം, ടീച്ചറിന് കൂട്ടുണ്ടല്ലോ. ടീച്ചറിനും ഇഷ്ടമാണ് പരിസര പഠനം പഠിക്കാനും പഠിപ്പിക്കാനും. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ ചുറ്റുമുള്ള ജീവികളെയും സസ്യങ്ങളെയൊക്കെ കുറിച്ചല്ലേ ഇതിൻ്റെ അകത്ത് കൂടുതലും പ്രതിപാദിക്കണേ. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കുറേ കൂടി നമുക്ക് നോക്കാനും നിരീക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നേ? പരിസര പഠനത്തിൻ്റെ ഏത് പാഠം? 1ാം പാഠം. എൻ്റെ പേരെന്തായിരുന്നു? വയലും വനവും. അവിടെ എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ ചുറ്റുമുള്ള ജീവികളെയും സസ്യങ്ങളെയും കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അവ എവിടെയൊക്കെ ജീവിക്കുന്നു എന്നാ പറഞ്ഞേ? ഓർത്ത് നോക്കിക്കേ. കരയില്, ജലത്തില്. കരയിലും ജലത്തിലും. കരയിലും ജലത്തിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയാമോ? ഒന്ന് ഓർത്തേ. പല ജീവികളുണ്ട്. ടീച്ചർ പഠിപ്പിച്ചായിരുന്നു പല ജീവികളെ കുറിച്ച്. നല്ല ഒരെണ്ണത്തിന്റെ പേര് പറഞ്ഞേ. തവള. വെരി ഗുഡ്. തവള ജലത്തില് ശ്വസിക്കുന്നുണ്ടോ? തവളയ്ക്ക് ജലത്തിൽ ശ്വസിക്കാൻ പറ്റുമോ? തവള എങ്ങനെ ശ്വസിക്കുന്നേ? മൂക്ക് ഉപയോഗിച്ചാണോ തവള ശ്വസിക്കുന്നത് ജലത്തില്? നോർത്തേ. ത്വക്ക് ഉപയോഗിച്ചാ ശ്വസിക്കുന്നത് അല്ലേ? വെരി ഗുഡ്. നിങ്ങളതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. ഈ ജീവികളും സസ്യങ്ങളും തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജീവികൾ മാത്രമായിട്ടും സസ്യങ്ങൾ മാത്രമായിട്ടാണോ നിൽക്കുന്നത്? അല്ല അല്ലേ? ഇവർ രണ്ടും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റുപാടും ഈ ജീവനുള്ളവ മാത്രമാണോ ഉള്ളോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവനില്ലാത്തവയുണ്ട് അല്ലേ? അവയ്ക്ക് നമ്മളൊരു പേര് പറയൂല്ലോ. ജീവനുള്ളവയ്ക്ക് എന്താ പറയണേ? ജീവീയ ഘടകം. ജീവനില്ലാത്തവയ്ക്കോ? അജീവീയ ഘടകം. എന്താ ഈ അജീവീയ ഘടകങ്ങള്? ഓർക്കുന്നുണ്ടോ? അത് തന്നെ. നമ്മുടെ മണ്ണ്, ജലം, വായു, സൂര്യപ്രകാശം, അതൊക്കെ. ഇവ തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഉണ്ടല്ലേ? ഇവ തമ്മിൽ ഒരു പ്രദേശത്ത് ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചു കഴിയുന്നതിനെ നമ്മൾ എന്താ പറയണേ? ആവാസ വ്യവസ്ഥ. എന്താ പറയണേ? ആവാസ വ്യവസ്ഥ. ഓർക്കുന്നുണ്ടോ? ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചു കഴിയുന്നതിന് ഒരു ആവാസ വ്യവസ്ഥ. നിങ്ങളുടെ അടുത്തുള്ളതിന് ഒരു ഉദാഹരണം പറയാമോ? എന്തായിരുന്നു അത്? കുറേ ആവാസ വ്യവസ്ഥകൾ നമ്മൾ കണ്ടു. കുളം നല്ലൊരു ആവാസ വ്യവസ്ഥയാണ്. നിങ്ങൾക്ക് യാത്ര പോകാനും കാഴ്ച കാണാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? എവിടെയൊക്കെയാണ് നിങ്ങൾ പോയേക്കണേ? എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടേക്കണേ? കടല്. കടല് കാണാൻ നല്ല രസമാണല്ലേ? കടലില് തിരമാലകളിങ്ങനെ അലയടിച്ചു വരുന്നത്, അവിടുത്തെ ആ കാറ്റ്, ആ മണലിൽ കൂടെ നമ്മൾ പോകുന്നത്, അവിടെ നമുക്ക് എന്തൊക്കെയാ കക്കയും പല ചെറിയ ചിപ്പികളൊക്കെ കാണും അല്ലേ? അതൊക്കെ പറക്കി നടക്കും. പിന്നെ മണലിൽ എഴുതും നമ്മളല്ലേ? അങ്ങനെ മനോഹരമാണ് കടല്. വേറെ എവിടെയാ പോയേക്കണേ നിങ്ങള്? കുന്നിന്റെ മുകളിലല്ലേ? വലിയ പൊക്കമുള്ള കുന്നിന്റെ മുകളിൽ പോകുമ്പോഴോ നമ്മൾ ആ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ടല്ലേ? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നല്ല പച്ചപ്പും എല്ലാമായിട്ട്. പിന്നെ വെള്ളലോട്ടും പോയിട്ടുണ്ടോ? നല്ല തോട്ട്, അരുവികളൊക്കെ അല്ലേ? അരുവികളിലൂടെയൊക്കെ പോകാനായിട്ട് വയലിലൂടെ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല കാറ്റൊക്കെ അടിക്കും. നല്ല നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്നിടത്ത് സ്വർണ്ണപ്പാടത്തിൻ്റെ ഉള്ളിലൂടെ അല്ലേ? അതൊക്കെയുണ്ട്. പിന്നെയോ കാട്ടിൽ പോകാൻ ഇഷ്ടമാണല്ലേ? കാട്ടിൽ ആരൊക്കെ പോയിട്ടുണ്ട്? എല്ലാവരും പോയിട്ടുണ്ടോ കാട്ടില്? കാടെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
നമ്മുടെ പുലിമുരുകനൊക്കെ മോഹൻലാൽ അഭിനയിച്ചത്, അതിൻ്റെ അകത്തൊക്കെ നല്ല പുലിയൊക്കെ ചാടി വരുന്നില്ലേ കാട്ടില്, അത് കണ്ടിട്ടുണ്ട്. പിന്നെ ടി വിയിലൊക്കെ വേറെ കണ്ടിട്ടുണ്ട്, ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. കാടങ്ങനെ എല്ലാവർക്കും തന്നെ പരിചിതമാണ്. അപ്പൊ കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം ഓടി വരുന്നുണ്ട് അല്ലേ. കാടിൻ്റെ ഒരു ഭംഗിയും കാടിൻ്റെ ഒരു ശബ്ദവും ഇതെല്ലാം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇന്ന് അതൊന്ന് വരച്ചാലോ നമുക്ക്? ആ ചിത്രം, കാടിൻ്റെ ചിത്രം ഒന്ന് വരയ്ക്കാം. എല്ലാവരുടെ കയ്യിലും പരിസര പഠനത്തിൻ്റെ ബുക്കുണ്ടല്ലോ. ഇന്ന് എല്ലാവരും ബുക്കും ആ പെൻസിലും ഒന്ന് എടുത്തേ. പരിസര പഠനത്തിൻ്റെ ബുക്കും ഒരു പെൻസിലും എടുക്കുക. എല്ലാവരും എടുത്തോ? എന്നാൽ പുതിയൊരു പേജ് എടുക്ക്. ആ പുസ്തകത്തിൽ പുതിയൊരു പേജ് എടുക്കുക. അപ്പോൾ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ എന്താ ആദ്യം വേണ്ടേ? ഒരു തലക്കെട്ട് വേണം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് നിങ്ങൾ കൊടുത്തോ. നമ്മൾ കാടാണ് വരയ്ക്കാൻ പോകുന്നത്. കാടിന് വേറൊരു പേരും കൂടി പറയും, അതറിയോ? എന്താ അത്? വനം. വനം എന്നും കാടിന് പറയും. അപ്പം മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതിക്കോ. എൻ്റെ കാടെന്നോ, ഞാൻ കണ്ട കാടെന്നോ, വനമെന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. എന്നിട്ട് നിങ്ങൾ വരയ്ക്കണം. എല്ലാവരും ഇപ്പം റെഡി ആണല്ലോ. ഇനി നിങ്ങൾ വരച്ചു തുടങ്ങിക്കോ. നിങ്ങൾ കണ്ട നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ കാട് നിങ്ങളുടെ ബുക്കിലേക്ക് വരയ്ക്കണം. വരയ്ക്കാനായിട്ട് റെഡിയാണ് എല്ലാവരും? കൂടെ ഇരിക്കുന്നവർ അവരൊന്ന് സഹായിക്കണം. ചെറിയൊരു ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. കാട്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടേ? മരങ്ങളാണോ, മൃഗങ്ങളാണോ, എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്, അവ എവിടെയൊക്കെ താമസിക്കണം, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നില്ലേ? നല്ല ഭംഗിയായിട്ട് എല്ലാവരും വരച്ചോ? എല്ലാവരും ചിത്രം വരച്ചു കഴിഞ്ഞാ? കാടിൻ്റെ ചിത്രം ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയുണ്ട് അതിൻ്റെ അകത്ത്? നിങ്ങൾ വരച്ച ചിത്രത്തിൽ, നിങ്ങൾ വരച്ച സമയത്ത് ടീച്ചറും വരച്ച ഒരു ചിത്രം, കാടിൻ്റെ ചിത്രം ഒന്ന് നോക്കാം. ഇതൊന്ന് കണ്ടു നോക്കി. ഇതാ ടീച്ചർ വരച്ച ചിത്രം. നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ആരൊക്കെയുണ്ടെന്ന്. അതെ, ഇവിടെ കിളികളുണ്ട്. ആ കിളികൾ എവിടെന്നാന്ന് നോക്കിയേ, ഒരു കൂടുണ്ട് ഇവിടെ. ആ കൂട്ടിൽ മുട്ടയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടല്ലോ, അതാരാ? കുരങ്ങൻ. പിന്നെ ഉണ്ടല്ലോ കുരങ്ങന് കൂട്ടായിട്ട് ഒരാള്, അണ്ണാൻ. ഇവരൊക്കെ എവിടെ ഇരിക്കുന്ന? വലിയ മരത്തിലാണല്ലേ. ഇവിടെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ടല്ലോ, ആ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന്. ഇതാരാ? കടുവ. ഇവിടെ ആരാ ഈ പുല്ല് തിന്നുന്നേ? മാൻ. നല്ല പച്ച പുല്ല് തിന്നുകൊണ്ടിരിക്കുവാണല്ലേ. അവിടെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ടല്ലോ, ആന. ഈ ആന എവിടെ നിൽക്കുന്നേ? വലിയൊരു പാറക്കെട്ടുണ്ടല്ലേ. ഇത് കണ്ടോ? ഇതെന്താ ഇത്? പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വെള്ളച്ചാട്ടം, വെള്ളം ഒഴുക്കി വരുന്നതാണിത്. അതുപോലെ ഇവിടെ ഒരാൾ നോക്കിയിരിക്കുന്നുണ്ടല്ലോ, കരടി. കരടി എങ്ങോട്ട് നോക്കിയിരിക്കണേ? കരടി ദേ പുഴയിലേക്ക് നോക്കിയിരിക്കുക. പുഴയിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പിടിക്കാനായിട്ട് നോക്കിയിരിക്കുക. കണ്ടോ? നല്ല ഭംഗിയുള്ള പുഴ. ഇവിടെ പുഴയുടെ തീരത്തായിട്ട് ഒരു മരം ചെരിഞ്ഞു നിൽക്കുന്ന കണ്ടോ? ആ മരത്തിൽ ദേ ഒരു മരം കൊത്തിയിരിക്കുന്നു. ഇവിടെ നല്ല പച്ചപ്പ്, നല്ല പുല്ലുകളും ഒക്കെ ഉണ്ടല്ലേ. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ചെടികളുണ്ട്, പൂക്കളുണ്ട്. ഇവിടെ ദേ ചെറിയൊരു പാറയുണ്ട്. ആ പാറയിൽ ദേ ഇവിടെ കയറിയിരിക്കുന്ന ആരാ? തവള. ഇവിടെ ഉണ്ടല്ലോ ആമ. ഒരാളും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട്, മുയല്. ഇതെല്ലാം ഉണ്ട് ടീച്ചറിന്റെ ചിത്രത്തില്. ഇതാണ് ടീച്ചറിന്റെ വനം. നമുക്കൊരു യാത്ര പോയാലോ? ടീച്ചറിനോടൊപ്പം എല്ലാവരും വരുന്നില്ലേ? എന്നാ വാ, നമുക്കൊരു യാത്ര പോവാം.
എല്ലാവരും ആസ്വദിച്ചോ യാത്രയൊക്കെ? ആ, നമ്മൾ വനത്തിലാണ് യാത്ര പോയത് അല്ലേ? മനോഹരമായ കാഴ്ചകളായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, അതൊന്ന് എഴുതി നോക്കാം. നമ്മൾ ചിത്രത്തിൽ വരച്ചതും ഇപ്പൊ യാത്ര പോയപ്പോൾ കണ്ടതുമായിട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് എഴുതിയാലോ? എഴുതി നോക്കാം. നമ്മൾ വനത്തിലേക്ക് കയറിയപ്പോ എന്തായിരുന്നു ആദ്യം കണ്ടത്? മരങ്ങൾ അല്ലേ? എന്ത് മരങ്ങളായിരുന്നു? വലിയ മരങ്ങള്. അതിന് നമുക്ക് എന്ത് പറയാം? വൻമരങ്ങൾ. നമുക്ക് എഴുതാം വൻമരങ്ങൾ എന്ന്. വാ വൻ എന്താ എഴുതിയേക്കണ ടീച്ചറ്? വൻമരങ്ങൾ. എല്ലാവരും എഴുതിയോ? പിന്നെ എന്താ നമ്മൾ കണ്ടത്? ആനയെ കണ്ടു, കരടി, കടുവ, മാൻ കണ്ടു അല്ലേ? കൊറേ. അപ്പൊ അവയ്ക്കെല്ലാം കൂടി നമുക്കൊരു പേര് പറയാലോ. എന്ത് പറയാം? ഒരുമിച്ച് നമുക്ക് മൃഗങ്ങൾ എന്ന് പറയാം അല്ലേ? അന്ന് അത് എഴുതാം നമുക്ക്. അപ്പൊ നമ്മള് രണ്ടാമത് എഴുതാൻ പോകുന്നത് മൃഗങ്ങൾ. എന്തായിരുന്നു? മൃഗങ്ങൾ. ആദ്യം നമ്മള് വൻമരങ്ങൾ എഴുതി, പിന്നെ മൃഗങ്ങൾ. ഇനിയോ? പിന്നെ നമ്മള് കുറെ കിളികളെ കണ്ടു അല്ലേ? തത്തേനെ കണ്ടു, മരംകുത്തീനെ കണ്ടു. അപ്പൊ ഇവയ്ക്കെല്ലാം കൂടി നമുക്ക് എന്ത് പറയാം? പക്ഷികൾ എന്ന് എഴുതാം. അടുത്ത നമ്മൾ എഴുതാൻ പോണതപ്പ എന്തായിരുന്നു? പക്ഷികൾ. പക്ഷികൾ എഴുതി. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. പിന്നെയോ നമ്മൾ പല വർണ്ണങ്ങളിൽ കണ്ടല്ലോ. പൂമ്പാറ്റകളെ കണ്ടില്ലേ? പൂമ്പാറ്റകൾ. ഇനി നമ്മൾ എഴുതാൻ പോണത് പൂമ്പാറ്റകൾ. പൂമ്പാറ്റകൾ. പിന്നെയോ ആ കരടി മീൻ പിടിക്കാൻ പോണത് എവിടെയായിരുന്നു പറഞ്ഞ? ആ, അരുവിയില്. അരുവി കണ്ടു നമ്മളല്ലേ? അരുവികൾ. ടീച്ചറിനോടൊപ്പം തന്നെ എല്ലാരും എഴുതുന്നില്ലേ? എന്താ? അരുവികൾ. പിന്നെന്താ നമ്മൾ കണ്ടത്? വലിയ പാറകളൊക്കെ കണ്ടില്ലേ? പാറകൾ. എന്തായാലും നമ്മൾ എഴുതണത്? പാറകൾ. പിന്നെയോ പിന്നെന്തായിരുന്നു കണ്ടത് നമ്മള്? കുന്നുകൾ. കുന്നുകൾ.
ക ൾ കുന്നുകൾ. എന്തൊക്കെയാ നമ്മൾ കണ്ടേ? മൃഗങ്ങള്, പക്ഷികള്, പൂമ്പാറ്റകള്, അരുവികള്, പാറകൾ, കുന്നുകൾ. ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടി കണ്ടു അല്ലെ? അത് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതണം കേട്ടോ. ടീച്ചർ ഇവിടെ വിട്ടേക്കാം. നിങ്ങൾ കണ്ട കാര്യങ്ങളും കൂടി നിങ്ങൾ എഴുതണം. എഴുതിയില്ലേ എല്ലാവരും? ഇതെല്ലാവരും എഴുതിയെടുത്തില്ലേ? ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ബുക്കിൽ എഴുതണം. ഈ വനം നമുക്കും മറ്റ് ജീവജാലങ്ങൾക്കും എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ധാരാളം ജീവജാലങ്ങൾ അവിടെ ഉണ്ടല്ലേ. അവയ്ക്കെല്ലാം വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. പിന്നെ ധാരാളം വൃക്ഷങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്, ശുദ്ധവായു ലഭിക്കും, നല്ല കുളിർമയൊക്കെ ലഭിക്കും അല്ലേ? പിന്നെയോ ധാരാളം അരുവികളും രൂപപ്പെടുന്നുണ്ട്. ഇതെല്ലാം വനം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളാണ്. വനം കൊണ്ട് നമുക്കും മറ്റ് ജീവജാലങ്ങൾക്കും എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉള്ളതെന്ന് കണ്ടില്ലേ? നമുക്ക് ഒന്നും കൂടി പറഞ്ഞാലോ? എന്തൊക്കെയായിരുന്നു അത്? ജീവജാലങ്ങൾക്ക് വാസസ്ഥലം ലഭിക്കുന്നു, ശുദ്ധവായു ലഭിക്കുന്നു, മഴ ലഭിക്കുന്നു, പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്? നമുക്ക് നല്ല കുളിർമ ലഭിക്കുന്നു, അരുവികള് രൂപം കൊള്ളുന്നു. വലിയൊരു ആവാസ വ്യവസ്ഥയാണ് വനമെന്ന് നമ്മൾ പഠിച്ചല്ലോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ ആവാസ വ്യവസ്ഥ ഉള്ള വനം നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ അത് സംരക്ഷിക്കണം അല്ലേ? അത്ര ശുദ്ധവായുവും കുളിർമയും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അവയെ നമ്മൾ നശിപ്പിക്കരുത്. ഇതുപോലെയുള്ള വേറെ ആവാസ വ്യവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ചിലതൊക്കെ. ഏതൊക്കെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുളങ്ങൾ, കാവുകൾ, കണ്ടൽക്കാടുകൾ, വയലുകൾ, ഇതെല്ലാം മറ്റു ആവാസ വ്യവസ്ഥകളാണ്. നമ്മൾ പല ആവാസ വ്യവസ്ഥകളും കണ്ടു. ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റും ധാരാളം വയലുകൾ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഇത്ര വയലുകളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അവയ്ക്ക് എന്താ പറ്റിയേ? ആരാ അതിനെ നശിപ്പിച്ചേ? മനുഷ്യൻ അവിടെ മണ്ണിട്ട് കുറെ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും എല്ലാം വെച്ച് അത് നശിപ്പിച്ചു. എന്ത് സംഭവിച്ചു? അവിടെയുള്ള ജീവജാലങ്ങള് നശിച്ചുപോയി. ഇതുപോലെ മനുഷ്യന്റെ മറ്റെന്തെല്ലാം പ്രവർത്തികളാണ് ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. മരം മുറിക്കുന്നത്, കുന്നിടിച്ചു നികത്തുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, മണൽ വാരൽ, കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതെന്ന് നാം കണ്ടു. ഈ ആവാസ വ്യവസ്ഥയെ തകർത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാ ദോഷങ്ങൾ ഉണ്ടാവുന്നേ? ജീവജാലങ്ങൾക്ക് വാസസ്ഥലം നഷ്ടമാവുന്നില്ലേ? അതെങ്ങനെ വാസസ്ഥലം നഷ്ടമാവുന്നേ? മരങ്ങൾ വെട്ടുകയും കുന്നുകൾ ഇടിക്കുകയും കുളങ്ങൾ നികത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവയുടെ വാസസ്ഥലം നഷ്ടമാവുന്നു. അതുപോലെ തന്നെ അവയ്ക്ക് വംശനാശവും സംഭവിക്കുന്നു. അതുപോലെ പിന്നെയോ വായു, മണ്ണ്, ജലം ഇവയെല്ലാം മലിനമാക്കപ്പെടുന്നു. പിന്നെ എന്തൊക്കെയാ സംഭവിക്കണേ? പിന്നെ ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്നു. കുളങ്ങളൊക്കെ നികത്തുമ്പോൾ, വയലുകൾ നികത്തുമ്പോൾ നമ്മുടെ അടുത്തുള്ള കിണറുകളും എല്ലാം വറ്റിപ്പോകും. ഇതെല്ലാം നമ്മൾ കണ്ടു. നമുക്കൊന്ന് എഴുതി നോക്കാം. ഇത് മനുഷ്യൻ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്തൊക്കെയാ ദോഷങ്ങള് ഒന്ന് ഓർത്തു നോക്കിയേ. ജീവികൾക്ക് എന്താ നഷ്ടമാവുന്നത്? അവയുടെ വാസസ്ഥലം നഷ്ടമാവുന്നു. ജീവികളുടെ വാസസ്ഥലം. വാസസ്ഥലം. എന്താർക്ക് നഷ്ടമാവുന്നത്? വാസസ്ഥലം നഷ്ടമാവുന്നു. ജീവികൾക്ക് എന്താ സംഭവിക്കണേ? ഈ വാസസ്ഥലം നഷ്ടമായി കഴിയുമ്പോ അവർക്ക്
വംശനാശം സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? വംശനാശം. ജീവികൾക്ക് വംശനാശം ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നു. എവിടെയൊക്കെയാ മലിനമാകുന്നത്? മണ്ണ് മലിനമാകും, പിന്നെയോ വായു, പിന്നെന്താ? ജലം. വായു, ജലം, എന്നിവ മലിനപ്പെടും. മണ്ണ്, വായു, ജലം എന്നിവ മലിനപ്പെടും. ഈ ജലസ്രോതസ്സുകൾക്ക് എന്താ സംഭവിക്കുന്നത്? അവ വറ്റി വരളുന്നു അല്ലേ? ജലസ്രോതസ്സുകൾ വരളുന്നു. ജലസ്രോതസ്സുകൾ വരളുന്നു. ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളാണ് നമ്മളിവിടെ എഴുതിയത്. കൂട്ടുകാരെ, ഈ ചിത്രം നോക്കൂ. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 15ാമത്തെ പേജിലുള്ളതാണിത്. ഈ പ്രവർത്തനം പരിസ്ഥിതി സംരക്ഷണത്തിന് ഉപകരിക്കുമോ? തീർച്ചയായും ഉപകരിക്കും. എന്നാൽ നിങ്ങളെപ്പോലുള്ള കൂട്ടുകാർ ചെയ്ത പ്രവർത്തനങ്ങൾ കാണാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ചുരിയും മുലപ്പാലിനോർമ്മയുമായി, പകരം തരാൻ കൂപ്പു കൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതുകൂടാതെ പ്രകൃതി സംരക്ഷണത്തിനായി മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം? മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം, ജൈവ കീടനാശിനികളും വളങ്ങളും ഉപയോഗിക്കാം, പൂന്തോട്ട നിർമ്മാണം, ഔഷധത്തോട്ട നിർമ്മാണം എന്നിവ ചെയ്യാം. ഇവ കൂടാതെ നമുക്ക് പോസ്റ്ററുകൾ നിർമ്മിക്കാം. എങ്കിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ എല്ലാവരും നിർമ്മിക്കുമല്ലോ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ടീച്ചർ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രവർത്തനം പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുമല്ലോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആവർത്തിച്ചിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ
പഠന പുരോഗതിക്ക് സഹായകമാകും. അപ്പോൾ നിങ്ങളത് ചെയ്യുമല്ലോ. വയലും വനം എന്ന ഈ പാഠഭാഗത്ത് ഇന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നതെന്ന് നാം കണ്ടു. ഈ ആവാസ വ്യവസ്ഥ നിലനിന്നാലാണ് നമുക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാണ്. എല്ലാവരും പങ്കാളികളാവില്ലേ?